ഇന്ത്യയുടെ റിപ്പബ്ലിക്കിനെ രക്ഷിക്കാനെന്ന മുഖംമൂടി അണിഞ്ഞ് അതിശക്തമായ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയ പോപ്പുലർ ഫ്രണ്ട് എന്ന മതഭീകര സംഘടനയെ നിരോധിക്കുകയും അതിന്റെ തലതൊട്ടപ്പന്മാരെയെല്ലാം ചുരുട്ടിയെടുത്ത് അകത്തിടുകയും ചെയ്തതോടെ താൽക്കാലികമായെങ്കിലും മുനയൊടിഞ്ഞ് ഇല്ലാതായത് കേരളമടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക തീവ്രവാദ പ്രവർത്തനങ്ങളായിരുന്നു. കഴിഞ്ഞ ദിവസം പോപ്പുലർ ഫ്രണ്ടിനെക്കുറിച്ച് ദില്ലി ഹൈക്കോടതി നടത്തിയ ഒരു വിധിന്യായത്തിലെ പ്രസക്തമായ ഭാഗങ്ങൾ കേട്ട് നടങ്ങിയിരിക്കുകയാണ് ഇന്ത്യയിലെ ജനങ്ങൾ. രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തെ തകർക്കുന്ന തരത്തിൽ അങ്ങേയറ്റം ഗുരുതരമായ ആരോപണങ്ങൾ ദില്ലി ഹൈക്കോടതി നടത്തിയിട്ടും അത് വാർത്തയാക്കാനോ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനോ കേരളത്തിലെ സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ തയ്യാറായില്ലെന്നതാണ് ഏറെ അത്ഭുതം. വിദേശ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് ഭീമമായ തുകകൾ സംഭാവനയായി സ്വീകരിക്കുകയും അതുപയോഗിച്ച് കേരളത്തിലും ഇതര സംസ്ഥാനങ്ങളിലും തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താൻ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും അത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തി രാജ്യത്ത് കടുത്ത ചിതറിപ്പുണ്ടാക്കി 2047 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ ജനാധിപത്യ ഭരണത്തെ അട്ടിമറിച്ച് ശരിയത്ത് നിയമങ്ങൾ കൊണ്ടുവരാനുമായിരുന്നു പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ പദ്ധതിയൊരുക്കിയത്. ഇപ്പോൾ ജയിലിൽ കഴിയുന്ന പോപ്പുലർ ഫ്രണ്ട് നേതാക്കളിൽ ഒരാളായ ഇ അബൂബക്കർ സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ വിധി പ്രസ്താവിക്കുമ്പോഴായിരുന്നു ദില്ലി ഹൈക്കോടതി അതീവ ഗുരുതരമായ ഇക്കാര്യങ്ങൾ പ്രസ്താവിച്ചത്. ഇന്ത്യയിലെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ തീവ്ര ചിന്താഗതിക്കാരായ മുസ്ലിം യുവാക്കളെ കൃത്യമായി ബ്രെയിൻ വാഷ് ചെയ്ത് ഈ തീവ്രവാദ സംഘടനയിലേക്ക് വലിച്ചടിപ്പിച്ച് തീവ്രവാദത്തിനായി പരിശീലിപ്പിക്കുകയും ഇന്ത്യയിലെ മുസ്ലിം ജനവിഭാഗം വലിയ അപകടത്തിലാണെന്ന് പ്രചരിപ്പിച്ച് ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കിയും ഭീതി പരത്തിയും ആ പ്രചരണത്തിൽ വീണുപോകുന്ന മുസ്ലിം സഹോദരങ്ങളെ ക്രമേണ റാഡിക്കലൈസ് ചെയ്ത് തീവ്രവാദികളാക്കി രംഗത്തിറക്കണമെന്നും സായുധ ക്യാമ്പുകൾ നടത്തി തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി ആയുധ പരിശീലനം നൽകുവാനും വലിയ തോതിലുള്ള ഫണ്ട് ശേഖരണം നടത്തി അത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കണമെന്നുമുള്ള ശക്തമായ നിർദ്ദേശങ്ങളാണ് പോപ്പുലർ ഫ്രണ്ടുകാർ കൈമാറിയിരുന്നത്. റാഡിക്കലൈസ് ചെയ്യപ്പെട്ട ചെറുപ്പക്കാരെ കൂട്ടി സായുധ സേനയുണ്ടാക്കി മറ്റു മതസ്ഥരായ നേതാക്കളെ ഫോക്കസ് ചെയ്ത് ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കാനും ഇന്ത്യയിൽ ശക്തമായ ഒരു ഖിലാഫത്ത് സ്ഥാപിക്കാനും തുടങ്ങി പോപ്പുലർ ഫ്രണ്ടിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ദില്ലി ഹൈക്കോടതി അക്കമിട്ട് നിരത്തിയിരിക്കുന്നത്. ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും അരിയും മലരും കുന്തിരിക്കവും ഒരുക്കാൻ നിർദ്ദേശവുമായി കള്ളം നിറഞ്ഞവരെ കൃത്യസമയത്താണ് കേന്ദ്ര സർക്കാർ തൂത്തുപെറുക്കി അകത്തിട്ടത്. അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാവി തന്നെ മറ്റൊന്നാകുമായിരുന്നു.